പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ക്രിസ്മസ് ആഘോഷരാവ്. ലോകത്തിന് പ്രത്യാശയുടെ സന്ദേശമേകി നാളെ ക്രിസ്മസ്. മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വീണ്ടും കടന്നു വന്നിരിക്കുന്നത്. പുൽക്കൂടൊരുക്കിയും നക്ഷത്രങ്ങൾ തെളിയിച്ചും തിരുപ്പിറവി ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പങ്കുവയ്ക്കുന്നതാണ് ഓരോ ക്രിസ്മസ് ദിനവും. പുൽക്കൂടുകൾ ഒരുക്കിയും നക്ഷത്രങ്ങൾ തെളിച്ചും വിശ്വാസികൾ കാത്തിരിക്കുകയാണ്. പാതിരാ കുർബാനയ്ക്കായി ദേവാലയങ്ങളും ഒരുങ്ങി. തിന്മയിലേക്ക് ചായ്ച്ചിലുള്ള മനുഷ്യന് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള വഴിയാണ് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ. ഈ ഒരു മഹാരഹസ്യമാണ് ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവരെല്ലാവരും ധ്യാനിക്കുന്നത്, പ്രാർത്ഥനാ വിഷയമാക്കുന്നത്, ആഘോഷത്തിന് അടിസ്ഥാനമാക്കുന്നത്. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ക്രിസ്മസ് ആശംസകൾ നേർന്നു. ഏത് വിഷമകാലത്തിനുമപ്പുറം നന്മയുടെ ഒരു നല്ല കാലമുണ്ടാകുമെന്ന സങ്കല്പത്തിന്റെ സാക്ഷാത്കാരമാണ് ക്രിസ്മസ് എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. പരസ്പര സ്നേഹത്തിന്റെയും സമഭാവനയുടെയും സൗന്ദര്യമാണ് ക്രിസ്മസ് ആഘോഷങ്ങളെ ഹൃദ്യമായ അനുഭവമാക്കുന്നതെന്ന് ഗവർണറും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൊച്ചി സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്നാണ് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നത്. ശ്യാം, ആഘോഷത്തിന്റെ രാവാണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, പ്രത്യേക കർമ്മങ്ങൾ. എവിടെയാണ് നിൽക്കുന്നത്? കാഴ്ചകൾ എന്താണ് ശ്യാംകുമാർ? എങ്ങും ദൈവപുത്രന്റെ ആ പിറവിയുടെ സന്തോഷവും സമാധാനവും പങ്കുവെക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ നമ്മളിപ്പോൾ ഉള്ളതും അത്തരമൊരു കാഴ്ചയ്ക്ക് നടുവിലാണ്. സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിലാണ് നമ്മളുള്ളത്. അവിടെ പാതിരാ കുർബാനയിൽ പങ്കുകൊള്ളാനും തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാനും ഒക്കെ വിശ്വാസികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പള്ളിക്കകത്ത് ദേവാലയത്തിൽ അൾത്താരയ്ക്ക് മുന്നിൽ കരോൾ ഗാനങ്ങളുടെ അവതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലും നിരവധി പേർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം 11:30 കൂടിയിട്ടാകും ഇവിടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ആർച്ച് ബിഷപ്പാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം തന്നെ, വിശ്വാസികളുടെ ഒരു കൂട്ടം തന്നെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. വരാപ്പുഴ അതിരൂപതയുടെ മെത്രാൻ ആർച്ച് ബിഷപ്പ് തന്നെയാണ് ഈ ചടങ്ങുകൾക്ക് ഇവിടെ നേതൃത്വം നൽകുന്നത്. ലോകത്ത് നടന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് ക്രിസ്മസ് എന്നുള്ള സന്ദേശം കൂടി നൽകുന്നു. ദൈവപുത്രന്റെ മനുഷ്യജന്മം, മനുഷ്യനെ ദൈവവുമായി അനുരഞ്ജനപ്പെടുത്താനുള്ള ആ ഒരു ജന്മം, ഏതായാലും ആ സന്ദേശമൊക്കെ നൽകിക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് വരികയാണ്. ആ ക്രിസ്മസിന്റെ ആഘോഷങ്ങളിൽ തന്നെയാണ് എല്ലാവരും. അതോടൊപ്പം തന്നെ തിരുപ്പിറവിയുടെ ആ ഓർമ്മ പുതുക്കിക്കൊണ്ടുള്ള കർമ്മങ്ങളും ദേവാലയങ്ങളിലൊക്കെ നടക്കുന്നു. അത്തരത്തിലുള്ള ഒരു ചടങ്ങിലാണ് നമ്മളും ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നടക്കുന്ന ഈ കരോൾ ആഘോഷങ്ങൾ, കരോൾ ഗാനങ്ങളുടെ ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. ആ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആർച്ച് ബിഷപ്പ്, വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ്. അങ്ങനെ നിരവധി പേർ ഇപ്പോൾ തന്നെ ദേവാലയത്തിനുള്ളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും ആളുകൾ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കാളിയാകുന്നതിന് വേണ്ടി എത്തും. പാതിരാ കുർബാനയ്ക്ക് ശേഷം, പാതിരാ കുർബാനയുടെ ഒരു മധ്യത്തിലാകും യേശുവിന്റെ പിറവിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പുൽക്കൂട്ടിലേക്ക് അദ്ദേഹത്തിന്റെ തിരുരൂപം സ്ഥാപിക്കുക. അതിനുൾപ്പെടെ വിശ്വാസികൾ എത്തും. തുടർന്ന് പരസ്പരം സ്നേഹവും സമാധാനവും ആശ്ലേഷിച്ചുകൊണ്ട് വിശ്വാസികൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങും. അതോടുകൂടി ക്രിസ്മസ് ആഘോഷങ്ങൾ വീടുകളിലേക്കും നയിക്കപ്പെടുകയില്ല. ഏതായാലും വലിയ രീതിയിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേദിയായിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിയും ലോകത്തിന്റെ എല്ലാ ഭാഗവും. ഇപ്പോൾ ആ ക്രിസ്മസ് ആഘോഷം, ആ തിരുപ്പിറവിയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടുള്ള വലിയ ആഘോഷ ചടങ്ങുകളാണ് കൊച്ചിയുടെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. പാതിരാ കുർബാനയ്ക്കായി ദേവാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകിയത് സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്നാണ്. അവിടേക്ക് വിശ്വാസികൾ ദേവാലയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാടെങ്ങും ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടക്കുന്നു. പ്രാർത്ഥനയോടുകൂടി വിശ്വാസികൾ ആഘോഷത്തിന് പൊലിമ നൽകുന്നു. കെ.വി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും വെള്ളിയാഴ്ച മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ഇടതുമുന്നണിയിലെ മുൻധാരണ പ്രകാരമാണ് അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും രാജിവെച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വകുപ്പുകൾ നിശ്ചയിക്കുമെന്ന് LDF കൺവീനർ ഇ.പി. ജയരാജൻ പ്രതികരിച്ചു.
രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം മന്ത്രിസഭാ പുനഃസംഘടന മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ധാരണയാണ്. നവംബർ അവസാനം നടക്കേണ്ട പുനഃസംഘടന നവകേരള സദസ്സു കാരണമാണ് നീട്ടിവെച്ചത്. മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് രാജി സമർപ്പിച്ചു. പുനഃസംഘടന 29-ന് വൈകിട്ട് രാജ്ഭവനിൽ നടക്കും. പരമാവധി കക്ഷികളെ പരിഗണിക്കുക എന്നതാണ് മുന്നണി തീരുമാനമെന്നും വകുപ്പുകൾ മുഖ്യമന്ത്രി നിശ്ചയിക്കുമെന്നും LDF കൺവീനർ EP ജയരാജൻ. നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ഗണേഷ് കുമാർ, കടന്നപ്പള്ളി 2 കക്ഷികളുടെ നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. അവരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടതല്ല, അത് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതാണ്. അവർ സത്യപ്രതിജ്ഞ ചെയ്താലേ മന്ത്രിയാവും, എന്നാലേ അവർക്ക് വകുപ്പ് കൊടുക്കാൻ പറ്റൂ. വകുപ്പ് കൊടുത്തിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യിക്കാറില്ല. ആന്റണി രാജു ഒഴിയുന്ന ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും അഹമ്മദ് ദേവർകോവിൽ ഒഴിയുന്ന തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും ലഭിച്ചേക്കും. ഇരുവരും ഇതേ വകുപ്പുകൾ നേരത്തെയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപമാനിക്കാൻ ശ്രമിച്ച ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആ വിഷയം അന്വേഷിച്ച CBI റിപ്പോർട്ടിൽ വലിയ ഗൂഢാലോചന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടന്നു എന്ന് പറഞ്ഞു. ആ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന പങ്കാളിയാണ് ശ്രീ ഗണേഷ് കുമാർ. അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിക്കും. 24 തിരുവനന്തപുരം. ഗതാഗത വകുപ്പാണ് ലഭിക്കുന്നതെങ്കിൽ KSRTCയിൽ തൊഴിലാളി യൂണിയനുകളുടെ ഭരണമുണ്ടാകില്ലെന്ന് നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ 24-നോട്. ഇടതുമുന്നണിയോട് ചേർന്ന് പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമാണ് മന്ത്രിസ്ഥാനമെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രനും പ്രതികരിച്ചു. 2001 മുതൽ പത്തനാപുരം MLA, 2001 മുതൽ 2003 വരെ ഗതാഗത മന്ത്രി, 2011 മുതൽ 2 വർഷം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം മന്ത്രി. മുൻ പരിചയം കൂടി പരിഗണിച്ച ഇക്കുറിയും ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് തന്നെ ലഭിച്ചേക്കും. വകുപ്പ് ഗതാഗതമെങ്കിൽ തൊഴിലാളി യൂണിയനുകൾ KSRTCയെ ഭരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുമെന്ന് ഗണേഷ് കുമാർ. സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കും. സാമ്പത്തിക അച്ചടക്കം ഉണ്ടായി കഴിയുമ്പോൾ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ അയവുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊഴിലാളികൾ ജോലി ചെയ്യും, അവരുടെ വെൽഫെയർ ഞാൻ നോക്കും. ഭരണം MDയും മന്ത്രിയൊക്കെ നടത്തും. തൊഴിലാളികളുടെ നേതാക്കൾ തൊഴിലാളികളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കും. ആ വിഷയങ്ങളിൽ സ്നേഹത്തോടുള്ള സമീപനം ഉണ്ടാവും. പക്ഷേ ഭരിക്കുന്നത് തൊഴിലാളി യൂണിയൻ ആയിരിക്കില്ല. VS മന്ത്രിസഭയിൽ ദേവസ്വവും ഒന്നാം പിണറായി സർക്കാരിൽ തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രൻ. മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന വകുപ്പുകൾ ഏതായാലും സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്ന് കടന്നപ്പള്ളി. അത് ഏത് വകുപ്പുകളായിരുന്നാലും ആ വകുപ്പിനോടും ഗവൺമെൻറ്റിനോടും പൂർണ്ണ മനസ്സോടുകൂടി നീതി പുലർത്തുക, സത്യസന്ധതയും വിശ്വാസ്യതയും പുലർത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു പൊതുവായ സമീപനം, കാഴ്ചപ്പാട്. മന്ത്രിസഭയിലെ ഏറ്റവും പ്രായമുള്ള അംഗമെന്ന റെക്കോർഡും മന്ത്രിയാകുന്നതോടെ 79-കാരനായ കടന്നപ്പള്ളിക്ക് സ്വന്തമാകും. 24 തിരുവനന്തപുരം. നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ പെരുന്നയിൽ NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. ഗണേഷിന് മന്ത്രിസ്ഥാനം ലഭിച്ചതിൽ സന്തോഷമെന്ന് സുകുമാരൻ നായർ പ്രതികരിച്ചു. ഗണേഷ് NSSനും സർക്കാരിനും ഒപ്പമുണ്ട്, അതിനെ പാലമായി കാണേണ്ടതില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. NSSും സർക്കാരും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന 2 സംവിധാനങ്ങളാണെന്ന് KB ഗണേഷ് കുമാർ പ്രതികരിച്ചു. ബോർഡ് മെമ്പർ ആണെങ്കിലും ശരി, യൂണിയൻ പ്രസിഡന്റ് ആയാലും ശരി, മന്ത്രിയായാലും ശരി, അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവര് NSSന്റെ അവരുടെ ആ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ അവരെ ഉൾക്കൊള്ളുക തന്നെ ചെയ്യും. NSSന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടൊരു നിലപാട് വന്നാൽ അന്നേരം അത് ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു അനാവശ്യമായ പ്രശ്നങ്ങളൊന്നും NSS ഇടപെടാറില്ല. സർക്കാരിൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇന്റർഫിയർ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല നായർ സർവീസ് സൊസൈറ്റി. ജനറൽ സെക്രട്ടറിയും അങ്ങനെയാണ് ചെയ്യുന്നത്. ശരി, NSSന് ചില നിലപാടുകളുണ്ട്. ആ നിലപാടിൽ യൂണിയൻ പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഡയറക്ടർ ബോർഡ് മെമ്പർ എന്ന നിലയിലും ഞാൻ NSSനോടൊപ്പം നിൽക്കും. സർക്കാരിന്റെ കാര്യങ്ങൾ വേറെ, അത് രണ്ടും രണ്ടാണ്. സർക്കാർ NSSനെ ആശ്രയിച്ചോ NSS സർക്കാരിനെ ആശ്രയിച്ചോ നിൽക്കുന്ന ഒരു സംവിധാനമല്ല. 2 കൂട്ടരും സ്വതന്ത്രരാണ്, അത് രണ്ടും വ്യത്യസ്തമാണ്. മന്ത്രിപദം ഒഴിയുന്നത് പൂർണ്ണ സംതൃപ്തിയോടെയും ആത്മവിശ്വാസത്തോടെയുമാണെന്ന് ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും പ്രതികരിച്ചു. ഇരുവരും രാവിലെ ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട ശേഷമാണ് രാജി സമർപ്പിച്ചത്. ഇടതുമുന്നണി യോഗത്തിന് തൊട്ടുമുമ്പാണ് അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മുഖ്യമന്ത്രിയെ കണ്ട രാജി നൽകിയത്. മടക്കം പൂർണ്ണ സംതൃപ്തിയോടെയെന്ന അഹമ്മദ് ദേവർകോവിൽ. ഒരു MLA ഉള്ള ഒരു പാർട്ടിക്ക് മന്ത്രിസ്ഥാനം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ചതിനുള്ള ഒരു പ്രത്യേക സമ്മാനം എന്ന നിലക്ക് തന്നെയാണ് ഇടതുമുന്നണി ഒറ്റ MLA ഉള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകിയത്. അത് ആത്മാർത്ഥതയോടുകൂടി തന്നെ നന്നായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. INL ആഭ്യന്തര പ്രശ്നം രൂക്ഷമായെങ്കിലും അഹമ്മദ് ദേവർകോവിലിന്റെ മന്ത്രിസ്ഥാനത്തിന് ഭീഷണി ഉണ്ടായില്ല. വൈകിയെങ്കിലും വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പലെത്തിയത് മന്ത്രി എന്ന നിലയിൽ നേട്ടമായി. തിരുവനന്തപുരം മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ സജീവമായി തുടരുമെന്ന് ആന്റണി രാജു.
ഇനി തുടർന്ന് ഞാൻ MLA എന്നുള്ള തിരുവനന്തപുരം നഗരത്തിൻ്റെ MLA ആണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലെ MLA ആയി തന്നെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. കൂടുതൽ നിയോജക മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. KSRTCയിലെ ശമ്പള പ്രതിസന്ധിയും തൊണ്ടിമുതൽ കേസും ഭരണകാലത്ത് വെല്ലുവിളി ഉയർത്തി. മത്സ്യത്തൊഴിലാളി പ്രശ്നങ്ങളിൽ ലത്തീൻ അതിരൂപതയുടെ പഴിയും കേൾക്കേണ്ടി വന്നു. 24 തിരുവനന്തപുരം. ശബരിമലയിൽ തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്യൂ നീലിമല വരെ നീണ്ടു. പമ്പയിൽ നിന്ന് മണിക്കൂറുകൾ ഇടവിട്ടാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള ഇടത്താവളങ്ങളിൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ക്യൂ വലിയ നീളത്തിലുള്ള ക്യൂ ഉണ്ട്. എന്താണ് തീർത്ഥാടകരുടെ സാഹചര്യം? അവരെന്താണ് പ്രതികരിക്കുന്നത്? ഇപ്പോൾ തിരക്ക് എങ്ങനെയുണ്ട് രാഹുൽ? TK സമീപ ദിവസങ്ങളിൽ ഒന്നും ഉണ്ടാവാത്ത വലിയ രീതിയിലുള്ള തിരക്കാണ് സന്നിധാനത്തും പമ്പയിലും ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പാച്ചിമേട് വരെയായിരുന്നു തിരക്കെങ്കിൽ ഇന്നത് നീലിമല വരെ കടന്നിരിക്കുകയാണ്. പമ്പയിൽ നിന്നും ഏതാനും കുറച്ച് ദൂരം മാത്രമാണ് ഈ നീലിമലയിലേക്കുള്ളത്. നീലിമല മുതൽ സന്നിധാനം വരെ വലിയ തിരക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഹരിവരാസനം പാടി നട അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആളുകൾക്ക് നാളെ പുലർച്ചെ 3 മണി വരെ ദർശനം ഉണ്ടാവില്ല. നാളെ പുലർച്ചെ 3 മണിക്കായിരിക്കും ഇനി നട തുറക്കുക. പക്ഷേ 18-ാം പടി കയറാനുള്ള അവസരം തീർത്ഥാടകർക്ക് ഈ തിരക്ക് പരിഗണിച്ച് നൽകിയിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 18-ാം പടി ചവിട്ടാൻ നിൽക്കുന്ന തീർത്ഥാടകരുടെ ദൃശ്യങ്ങളാണ്. വലിയ രീതിയിൽ തിരക്ക്, അതായത് 10 മുതൽ 15 മണിക്കൂർ വരെ ക്യൂ നിന്ന ശേഷമാണ് ആളുകൾക്ക് ദർശനം നടത്താൻ കഴിയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ പമ്പയിലും നിലയ്ക്കലിലും എരുമേലിയിലും ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടുത്ത നിയന്ത്രണങ്ങൾ ഒടുവിലാണ് ഇവരുടെ വാഹനങ്ങൾ കടത്തിവിടുന്നത്. എരുമേലിയിൽ വൈകുന്നേരം നേരിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇതര സംസ്ഥാനത്ത് നിന്നും എത്തിയ തീർത്ഥാടകർ വാഹനം തടഞ്ഞിട്ടതിന്റെ പേരിൽ നേരിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. വഴി തടയുന്ന വഴിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഉൾപ്പെടെ നടപടികളിലേക്ക് അവർ കടന്നിരുന്നു. എന്താണെങ്കിലും നിലവിൽ പോലീസ് പരമാവധി ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ജീവനക്കാരും പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിലവിലെ പ്രതിസന്ധി എന്നത് രാത്രിയിൽ മല കയറുന്ന ആളുകൾ ഇവിടെ വിരിവെച്ച് തങ്ങുന്നതാണ് നിലവിൽ പ്രതിസന്ധി ആവുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ആളുകൾ ഇന്ന് രാത്രിയിൽ ദർശനം നടത്തുന്ന ആളുകൾ ഇവിടെ വിരിവെച്ച് തുടരും. അങ്ങനെ വന്നാൽ ആളുകൾ മലയിറങ്ങാതെ വരുമ്പോൾ കൂടുതൽ ആളുകൾക്ക് പമ്പയിൽ നിന്നും മുകളിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യം കൂടി ഉണ്ടാകും. അതും ഒരു പ്രതിസന്ധി ആകുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം ഇപ്പോൾ വലിയൊരു തിരക്കിന് കാരണമായത് കൂടുതൽ ആളുകൾ കാനനപാത വഴി എത്തിയതാണ്. കാനനപാത വഴി കൂടുതൽ ആളുകൾ എത്തുമ്പോൾ പമ്പയിൽ നിന്നും കൂടുതൽ ആളുകൾക്ക് എത്താൻ കഴിയാതെ വരും. ഇതെല്ലാം നിലവിലെല്ലാം പ്രതിസന്ധിയായി എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും പോലീസിന്റെ നേതൃത്വത്തിൽ നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരമാവധി ആളുകൾ ഈ നിയന്ത്രണങ്ങളോട് സഹകരിക്കണം എന്ന് തന്നെയാണ് ദേവസ്വം ജീവനക്കാരും അതോടൊപ്പം തന്നെ പോലീസും പറയുന്നത്. TK ശരി, രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വലിയ ഭക്തജന തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകൾ കൂടി പങ്കുവെക്കുകയായിരുന്നു രാഹുൽ സുരേഷ്. എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർ റോഡ് ഉപരോധിച്ചു. വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് പ്രതിഷേധിച്ചത്. ഇവരുമായി പോലീസ് ചർച്ച നടത്തി. തിരക്ക് മൂലമാണ് നിയന്ത്രണം വേണ്ടി വന്നതെന്ന് പോലീസ് അവരെ അറിയിച്ചു. തിരക്ക് കുറയുന്ന മുറയ്ക്ക് വാഹനങ്ങൾ കടത്തിവിടുമെന്ന് ഉറപ്പ് നൽകിയതോടുകൂടി തീർത്ഥാടകർ പിന്നീട് പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. റോഡ് ഉപരോധത്തെ തുടർന്ന് 1.5 മണിക്കൂർ എരുമേലി റാന്നി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ പൂര പ്രദർശനത്തിന്റെ തറവാടക സംബന്ധിച്ച പ്രശ്നം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗം അന്തിമ തീരുമാനമാകാതെ പിരിഞ്ഞു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആവശ്യം മന്ത്രിമാർ കേട്ടു. സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച് തീരുമാനം അടുത്ത മാസം 4-ന് കോടതിയെ അറിയിക്കും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ആവശ്യങ്ങൾ ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണനും റവന്യൂ മന്ത്രി K രാജനും കേട്ടു. ഭൂമി സൗജന്യമായി വിട്ടുകിട്ടണമെന്ന നിലപാട് ദേവസ്വം പ്രതിനിധികൾ ആവർത്തിച്ചു. നിലവിലുള്ള വാടക ഞങ്ങൾ കോടതിയിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഇനി കോടതിയുടെ പരിഗണനയ്ക്ക് മുമ്പ് സർക്കാർ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്തതാണ് ഈ സൗജന്യം എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ അടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഇടപെട്ട് നല്ല രീതിയിൽ ഇടപെടാം എന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് 4-ാം തീയതി കോടതിയിൽ അവർ വേണ്ടത് പറയും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം തരാം. പൂരത്തെ തടസ്സപ്പെടുത്തുന്ന യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്ന മന്ത്രി K രാധാകൃഷ്ണന്റെ ഉറപ്പ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ബോർഡിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം എന്നുള്ളതൊരു വലിയ വികാരമാണ്. അപ്പം അതിനെ തടസ്സപ്പെടുത്തുന്ന യാതൊരു രീതിയിലുള്ള ഇടപെടലും ഗവൺമെന്റ് ഭാഗത്തുണ്ടാകില്ല. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതിനാൽ കോടതിയോട് ചോദിക്കാതെ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി K രാജൻ വിശദീകരിച്ചു. ചർച്ചയുടെ ഒരു ആകത്തുക തൃശ്ശൂർ പൂരം അതിഗംഭീരമായി നടക്കും. അതിലൊരു തടസ്സവും ഉണ്ടാകില്ല.
ആ പൂരം നടത്താൻ തടസ്സമില്ലാത്ത വിധത്തിലുള്ള ഒരു സമീപനം കേരളത്തിലെ ഗവൺമെൻറ് എടുക്കും. അത്രേ ആ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. രൂപ എത്ര, പൈസ എത്ര എന്നൊന്നും ഇപ്പോൾ നമുക്ക് നിശ്ചയിക്കാവുന്നതല്ല. കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു പ്രശ്നമാണ്. എക്സിബിഷനായി ഭൂമി സൗജന്യമായി വിട്ടു നൽകണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടതായി ടി.എൻ. പ്രതാപൻ എം.പിയും പറഞ്ഞു. ഹൈക്കോടതി അടുത്ത മാസം 4-ന് കേസ് പരിഗണിക്കുമ്പോൾ അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ തീരുമാനം. 24 തൃശൂർ. ഫുട്ബോൾ താരം ടി.എ. ജാഫർ അന്തരിച്ചു. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുമ്പോൾ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു. 1992-ൽ കോയമ്പത്തൂരിലും 1993-ൽ കൊച്ചിയിലും കേരളം സന്തോഷ് ട്രോഫി കിരീടം നേടുമ്പോൾ ടി.എ. ജാഫർ ആയിരുന്നു പരിശീലകൻ. എസ്. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എപ്പോഴാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ സംഭാവനകളെ, ആ വലിയ സംഭാവനകളെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഓർക്കാൻ കഴിയുന്നത് ശ്രീകാന്ത്? ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പല മത്സരങ്ങളടക്കം പങ്കുവഹിച്ചിട്ടുള്ള, ഈ പരിശീലകനായും കളിക്കാരനായും പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ടി.എ. ജാഫർ. അദ്ദേഹം അന്തരിച്ചു. 1973-ൽ കൊച്ചിയിൽ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുമ്പോൾ വൈസ് ക്യാപ്റ്റനായിരുന്നു ജാഫർ. 92-ൽ കോയമ്പത്തൂരിലും 93-ൽ കൊച്ചിയിലും തുടർച്ചയായി കേരളം കിരീടം നേടുമ്പോൾ പരിശീലക സ്ഥാനത്തും ജാഫർ ഉണ്ടായിരുന്നു. 74-ൽ ജലന്ധർ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന്റെ നായക സ്ഥാനവും ഈ പ്രീമിയർ താരം അലങ്കരിച്ചിട്ടുണ്ട്. 73-ലെ ആദ്യ സന്തോഷ് ട്രോഫി വിജയത്തിന്റെ 50-ാം വാർഷികത്തിന് 2 ദിവസം മാത്രം ബാക്കിയിരിക്കെയാണ് ടീമിന്റെ നെടും തൂണുകളിൽ ഒരാളായിരുന്ന ജാഫർ വിടവാങ്ങുന്നത്. വലിയ നഷ്ടം കേരളത്തിന്റെ കായിക ലോകത്തിന്. ശരി, എസ്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. എറണാകുളം ചിറ്റൂർ പള്ളിയിൽ ജനാഭിമുഖ കുർബാന തടയാൻ ശ്രമം. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, പ്രതിഷേധം ഏത് തരത്തിലായിരുന്നു? പോലീസിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു അശ്വിൻ? രജിത്ത്, അല്പസമയം മുമ്പാണ് ചിറ്റൂരുള്ള സെന്റ് തോമസ് ചർച്ചിൽ ഈ കുർബാന തടയാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. രാവിലെ തന്നെ ഔദ്യോഗിക പക്ഷം എറണാകുളത്ത് നടത്തിയ പ്രതിഷേധത്തിൽ ചിറ്റൂരിൽ ജനാഭിമുഖ കുർബാനയാണ് നടത്തുന്നതെങ്കിൽ അത് തടയുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതാണിപ്പോൾ അവർ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ഈ ജനാഭിമുഖ കുർബാന തുടങ്ങിയപ്പോൾ തന്നെ ഔദ്യോഗിക പക്ഷത്തിലെ ചിലരെത്തി ഇതിവിടെ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടി കുർബാന തടയാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. അൽത്താരയ്ക്കടുത്തേക്ക് വന്ന ഈ വൈദികന്റെ കുർബാന പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇവിടെ ഇടപെടൽ നീങ്ങി. അതിനോടൊപ്പം തന്നെ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന ആളുകളും ബഹളം വെച്ചതോടുകൂടി പൂർണ്ണമായും ആ കുർബാന തടസ്സപ്പെടുന്ന രീതിയിലേക്ക് സാഹചര്യമെത്തി. പിന്നീട് അത് തടസ്സപ്പെട്ടതോടുകൂടി വൈദികൻ തന്നെ വിഷയത്തിൽ ഇടപെട്ട് ജനാഭിമുഖ കുർബാന താല്പര്യമുള്ളവർ കൈ ഉയർത്തണം എന്നാവശ്യപ്പെട്ടതോടുകൂടി ഭൂരിഭാഗം ആളുകളും കൈ ഉയർത്തി. അങ്ങനെ വീണ്ടും ജനാഭിമുഖ കുർബാന തുടരുകയും ചെയ്തു. അതിനിടെ വീണ്ടും പ്രതിഷേധമുണ്ടായി. അങ്ങനെയാണ് പോലീസ് പള്ളിയിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ ജനാഭിമുഖ കുർബാനയെ എതിർത്ത ഔദ്യോഗിക പക്ഷത്തിലെ ആളുകളെ പോലീസ് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഒരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ ഒരു പ്രശ്നബാധിതമായ പ്രദേശമായി അവിടെ തുടരുകയാണ്. ഈ ജനാഭിമുഖ കുർബാന തുടരാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെ ഔദ്യോഗിക പക്ഷം നിലകൊള്ളുകയാണ്. ആദ്യഘട്ടത്തിൽ പ്രതിഷേധമുന്നയിച്ചവരെ പോലീസ് എന്തായാലും സ്ഥലത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് മറ്റാളുകൾ, ഔദ്യോഗിക പക്ഷവുമായി ബന്ധപ്പെട്ട മറ്റാളുകൾ കൂടി ചിറ്റൂർ പള്ളിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിലൊരു സമാധാനപൂർവ്വം അല്ലാത്തൊരു അന്തരീക്ഷം അവിടെ തുടരുകയാണ്. കൂടുതൽ പോലീസും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 24, കഴിഞ്ഞ വർഷം സമാനമായ രീതിയിലുള്ള പ്രശ്നമായിരുന്നു സെന്റ് മേരീസ് ബസിലിക്കയിൽ ഉണ്ടായത്. അവിടെയും പിന്നീട് വലിയ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം അതേ രീതിയിൽ തന്നെ ഈ പ്രദേശത്തെ ഈ ചിറ്റൂർ പള്ളിയിലെ സാഹചര്യം മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ പോലീസ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കുർബാന നടത്തണം, ജനാഭിമുഖ കുർബാന തന്നെ തുടരണം എന്നുള്ള ആവശ്യത്തിൽ വലിയൊരു വിഭാഗം വിശ്വാസികൾ അവിടെ തുടരുകയും. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. എറണാകുളം ചിറ്റൂർ പള്ളിയിലാണ് ജനാഭിമുഖ കുർബാന തടയാൻ ശ്രമം നടന്നത്. പ്രതിഷേധക്കാരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കൊലയാളി മനസ്സുള്ള സൈക്കോപാത്താണ് മുഖ്യമന്ത്രി എന്ന് വിമർശനം. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ആക്ടിംഗ് DGP എന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധങ്ങൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് KPCC അധ്യക്ഷന്റെ അതിരൂക്ഷ വിമർശനം. KPCC മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമം മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നാരോപിച്ചായിരുന്നു സുധാകരൻ ആഞ്ഞടിച്ചത്. മുഖ്യമന്ത്രിക്ക് കൊലയാളി മനസ്സെന്ന ഉദാഹരണങ്ങൾ എണ്ണി കെ സുധാകരൻ. സ്വന്തം കൊലക്കത്തിയെടുത്ത്
ഈ രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ പോയ പാരമ്പര്യത്തിന്റെ ഉടമസ്ഥന ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു സൈക്കോപാത്തിന് മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷത്തെയും ഒന്നടങ്കം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനാവും. ശ്രീ പിണറായി വിജയന് സൈക്കോപാത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരു സൈക്കോപാത്താണെന്ന് പറഞ്ഞാൽ അതൊരു അധികപ്പറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസ് മേധാവി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും സുധാകരൻ. സംസ്ഥാനത്തെ ആക്ടിംഗ് DGP പി ശശിയാണ്. ഇവിടെ രണ്ട് DGP ആണ്. ഒന്ന് ശശിയാണ് ആക്ടിംഗ് DGP, പി ശശിയാണ് ആക്ടിംഗ് DGP. എന്താ പി ശശിയുടെ പാരമ്പര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും MP-മാരും MLA-മാരും വേദിയിലിരിക്കെ മുന്നറിയിപ്പില്ലാതെ പോലീസ് ഗ്രനേഡും ടീർ ഗ്യാസും പ്രയോഗിച്ചത് കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളെ ലക്ഷ്യമിട്ടാണെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു. ആരാണ് ഉത്തരവ് കൊടുത്തത്? ഏത് സമയത്താണ് മുന്നറിയിപ്പില്ലാതെ ഗ്രനേഡ് പൊട്ടിക്കുന്നത്? മുന്നറിയിപ്പ് നൽകിയിട്ട് വേണം ഗ്രനേഡ് പൊട്ടിക്കാൻ. ഞാൻ പ്രസംഗിച്ച് തുടങ്ങുമ്പോഴാണ് എൻ്റെ നേരെ തലയ്ക്ക് മീതെ വന്ന് ഗ്രനേഡ് പൊട്ടുന്നത്. മനഃപൂർവ്വം അപായപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്, കലി തീർക്കുകയാണ്. വിഷയം ചൂണ്ടിക്കാട്ടി AP അനിൽകുമാർ MLA നിയമസഭാ സ്പീക്കർക്ക് പരാതി നൽകി. ചട്ടം 154 പ്രകാരം മുഖ്യമന്ത്രിക്കും DGPക്കുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. നേതാക്കൾക്കെതിരെ കേസെടുത്ത നടപടിയും പ്രതിപക്ഷം ആയുധമാക്കും. 24 തിരുവനന്തപുരം. വിനീത വിജിക്കെതിരെ കേസെടുത്തതിൽ ഇന്നും പ്രതിഷേധം. ഷൂവേർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 പ്രതിനിധി വിനീത വിജിക്കെതിരെ കേസെടുത്തതിനെ വിമർശിച്ച് മുസ്ലിം ലീഗ്. നടപടി അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. നവകേരള ബസ്സിന് നേരെ പ്രതിഷേധക്കാർ ഷൂ എറിഞ്ഞത് റിപ്പോർട്ട് ചെയ്ത വിനീത വിജിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്തതിൽ കടുത്ത വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തോട് ചെയ്യുന്ന അനീതിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കുറ്റപ്പെടുത്തി. അതിനെ വിമർശിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ കേസെടുക്കുക എന്ന് പറയുമ്പോൾ അത് മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇന്ത്യയിലെ പത്ര സ്വാതന്ത്ര്യത്തോട് തന്നെ ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കലാണ് മാധ്യമങ്ങളുടെ ചുമതല. അതിനെ ഇത്തരത്തിൽ നേരിടേണ്ടതില്ലെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. പ്രതിപക്ഷ സ്വരത്തെ മാനിക്കണം എന്നുള്ളതാണ്. ഈ പ്രതിപക്ഷ സ്വരത്തെ ഭയപ്പെടുന്നവരാണ്. അത് ചിലപ്പോൾ മോദി അങ്ങനെ തന്നെ ആയിരിക്കും, കേന്ദ്രത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സംസ്ഥാനത്തും പ്രതിപക്ഷ സ്വരത്തെ ഭയപ്പെടുന്നവരുണ്ടോ എന്നാണ് നമ്മൾ ഇപ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രതിപക്ഷ സ്വരത്തെ ഭയപ്പെടുന്നവർ ഉണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും സാദിഖ് അലി തങ്ങൾ. വിനീത വിജിക്കെതിരായ കേസിനെ ചോദ്യം ചെയ്ത് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം രംഗത്ത് വന്നിരുന്നു. 24 മലപ്പുറം. 24 പ്രതിനിധി വിനീത വിജിക്കെതിരെ കേസെടുത്ത നടപടിയെ കോൺഗ്രസ് നേതാക്കൾ അപലപിച്ചു. മോദിയുടെ കേരള പതിപ്പാണ് പിണറായി വിജയൻ എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. K മുരളീധരൻ MPയും പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു. പോലീസ് നടപടിയെ LDF കൺവീനർ EP ജയരാജൻ ന്യായീകരിച്ചു. 24 പ്രതിനിധി വിനീത വിജിക്കെതിരായ കേസ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമെന്നാണ് വിമർശനം. മോദി ചെയ്യുന്നത് പിണറായിയും ആവർത്തിക്കുന്നുവെന്ന് K മുരളീധരൻ MP. മോഡി തന്നെയാണ് ചെയ്യുന്നത്. പത്രക്കാർക്കെതിരെ കേസെടുക്കുക, 24-നെതിരായിട്ടെടുത്തു. മറ്റേ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ DGPയുടെ വീടിൻ്റെ അകത്ത് കയറിയിരിക്കുന്നതിൻ്റെ എടുത്തു. ഇതൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് പിണറായി തമ്പുരാന്റെ കൽപ്പന. മോദിയുടെ കേരള പതിപ്പാണ് പിണറായി വിജയൻ എന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മിക്കവാറും എല്ലാ മാധ്യമ പ്രവർത്തകരെയും കേസെടുത്ത് എന്താണ് അവർ ചെയ്ത കുറ്റം? അവരാകെ റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് അവരാരെങ്കിലും തല്ലാൻ പോയിട്ടുണ്ടോ? അവിടെ റിപ്പോർട്ട് ചെയ്താൽ മോഡി അപ്പോൾ കേസെടുക്കും, ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും, ജയിലിലാക്കും. അതേ ശൈലിയാണ് ഇവിടെയും. പോലീസ് നടപടിയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചതിന് പിന്നാലെ സമാന നിലപാട് LDF കൺവീനർ EP ജയരാജനും ആവർത്തിച്ചു. പോലീസിന്റെ കൈവശം എല്ലാ വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും. അത്ര എനിക്ക് പറയാൻ പറ്റും. വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ തെറ്റായ വാർത്തകൾ തെറ്റായ നിലയിൽ ആരെയെങ്കിലും പേര് നടപടി സ്വീകരിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കും. ഷൂ എറിഞ്ഞ KSU പ്രവർത്തകർക്കെതിരായ കേസിലെ വകുപ്പുകളെ കോടതി വിമർശിച്ചത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നായിരുന്നു EP ജയരാജന്റെ മറുപടി. ഏഷ്യാനെറ്റ് റിപ്പോർട്ടർക്കെതിരായ കേസ് കോടതി തള്ളിയതിലും പ്രതികരണമില്ല. കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളത് ഏതാ കേസ് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതാണ്ട് എനിക്ക് ആ കേസ് ഞാൻ പഠിച്ചിട്ട് എനിക്ക് പറയാം. ഞാൻ പറഞ്ഞു ഞാൻ നോക്കി അന്വേഷിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു. അതെന്താണ് ഞാൻ നോക്കിയിട്ട് പറയാം. പോലീസ് നടപടിയിൽ KUWJ സർക്കാരിനെ പ്രതിഷേധമറിയിച്ചു. 24 തിരുവനന്തപുരം.
മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിയിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ കൊച്ചി മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം സലീം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഇന്ദു ജ്യോതിഷ് പ്രതിഷേധ സംഗമത്തിന് അധ്യക്ഷത വഹിച്ചു. KB സലാം, TC ബിബിൻ, സുജിത് മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകളിലേക്ക് വീണ്ടും. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച C രഘുനാഥും സംവിധായകൻ മേജർ രവിയും BJP-യിൽ ചേർന്നു. ഡൽഹിയിലെത്തി BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയിൽ നിന്നാണ് ഇരുവരും അംഗത്വം സ്വീകരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിലെയും CPM-ലെയും നിരവധി പേർ BJP-യിൽ ചേരുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അവകാശപ്പെട്ടു. നേതൃത്വം കാലങ്ങളായി അവഗണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് 5 പതിറ്റാണ്ട് നീണ്ടുനിന്ന കോൺഗ്രസ് ബന്ധം C രഘുനാഥ് ഉപേക്ഷിച്ചത്. അഭ്യൂഹങ്ങൾക്കൊടുവിൽ BJP-യിലേക്ക്. BJP-യുടെ കണ്ണൂർ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തിയ ശേഷമാണ് രഘുനാഥ് ഡൽഹിയിലേക്ക് വണ്ടി കയറിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പ്രവർത്തിക്കുന്നത് ദേശീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായാണെന്ന് രഘുനാഥ് ആരോപിച്ചു. കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ദേശീയതയിലേക്കുള്ള നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ശേഷിയും പ്രാപ്തിയുമുള്ള ഒരു നേതൃത്വത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ ആലോചിച്ചത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കേരളത്തിൽ ദേശീയതയ്ക്ക് വിരുദ്ധമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ കാലത്തും താൻ BJP-യുടെ ആശയങ്ങളോട് യോജിച്ചിട്ടുണ്ടെന്ന് മേജർ രവി. ഞാനെന്നും ഒരു മോദി ആരാധകനാണെന്നുള്ളത്, മോദിജിയുടെ ആരാധകനാണെന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. എന്നെ പലതും വിളിക്കുമായിരിക്കും. പക്ഷേ ഇന്നാണ് ഞാൻ BJP-യുടെ മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ദേശീയ അധ്യക്ഷനിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നു. അതിൽ കൂടെ എനിക്ക് പല കാര്യങ്ങളും എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടിയിട്ട് എനിക്കിനി വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് എനിക്ക് പലതും ചെയ്യാൻ സാധിക്കും. കണ്ണൂരിലെ DCC ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്ന C രഘുനാഥ് KPCC അധ്യക്ഷൻ K സുധാകരന്റെ അടുത്ത അനുയായി കൂടിയായിരുന്നു. 24 ഡൽഹി. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. KPCC എക്സിക്യൂട്ടീവ് യോഗം ഈ മാസം 30-ന് തിരുവനന്തപുരത്ത് ചേരും. യോഗത്തിൽ പുതുതായി കേരളത്തിന്റെ ചുമതല ഏറ്റെടുത്ത AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പങ്കെടുക്കും. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും പങ്കെടുക്കും. നിരന്തര നിയമലംഘനത്തിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ കസ്റ്റഡിയിലായിരുന്ന റോബിൻ ബസ് ഉടമയ്ക്ക് വിട്ടുകൊടുത്തു. മറ്റന്നാൾ രാവിലെ മുതൽ കോയമ്പത്തൂർ സർവീസ് പുനരാരംഭിക്കുമെന്ന് ഉടമ ഗിരീഷ് പറഞ്ഞു. പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ബസ് വിട്ടുകൊടുത്തത്. കൊച്ചി തോപ്പുംപടിയിൽ പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. മൂലങ്കുഴി കുഴത്തുമൂട്ടിൽ കോർപ്പറേഷൻ കൂട്ടിയിട്ട മാലിന്യത്തിനാണ് തീപിടിച്ചത്. ഇവിടെ നിന്ന് മാലിന്യം നീക്കിയിട്ട് 1 മാസത്തിലധികമായെന്ന് വാർഡ് കൗൺസിലർ. കോഴിക്കോട് വിലങ്ങാട് മലയങ്ങാട്ടെ കൃഷിയിടത്തിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. ഇന്ന് പുലർച്ചെ 3:30-ക്ക് റബ്ബർ ടാപ്പിങ്ങിന് പോയ യുവാക്കളാണ് പുലിയെ കണ്ടതായി അറിയിച്ചത്. പുലി ഓടിമറഞ്ഞതായും ദൃക്സാക്ഷികൾ. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.